மற்றும் சகோதரத்துவத்தை வலுப்படுத்துவதை நோக்கமாக கொண்டுள்ளது எனவும் அச்செய்தி நிறுவனம் கூறியுள்ளது. குறைந்த மற்றும் நடுத்தர வருமான நாடுகளில் 41 கோடியே 7 லட்சம் குழந்தைகள் அடிப்படை தேவைகளில் கடுமையான பற்றாக்குறையை எதிர்கொள்வதாகவும் 11 கோடியே 8 லட்சம் பேர் 3 அல்லது அதற்கு மேற்பட்ட பற்றாக்குறை எதிர்கொள்வதாகவும் அறிக்கை ஒன்றில் குறிப்பிட்டுள்ளது யுனிசெஃப் நிறுவனம். நேயர்களே, இத்துடன் பத்திக்கால் வானொலியின் தமிழ் ஒளிபரப்பு நிறைவு பெறுகின்றது. தொடர்வது அதன் மலையாள நிகழ்ச்சிகள். உங்கள் செவிமடுத்தலுக்கு நன்றி. வணக்கம். வணக்கம். ലൗദേത്തൂർ യേശുസ് ക്രിസ്തു. യേശു ക്രിസ്തുവിനെ സ്തുതി. ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. സഭയുടെ മാതൃസ്നേഹത്തിന്റെ തെളിഞ്ഞ അടയാളമാണ് കാരിത്താസ് അന്താരാഷ്ട്ര സംഘടനയെന്ന് ലിയോ 14 പാപ്പ. ടോക്കിയോ അതിരൂപതാധ്യക്ഷനും അന്താരാഷ്ട്ര കാരിത്താസ് സംഘടനയുടെ പ്രസിഡന്റുമായ കർദിനാൾ തർച്ചീസിയോ ഇസാവോ കിക്കൂച്ചി ഉൾപ്പെടെയുള്ള സംഘടനാ നേതൃത്വത്തിന് നവംബർ 21 വെള്ളിയാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച വേളയിലാണ് ഈ സംഘടന തന്നോട് ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെ പാപ്പ പ്രത്യേകം പരാമർശിച്ചത്. കാരിത്താസ് സംഘടന കുടിയിറക്കപ്പെട്ട ഒരു കുടുംബത്തെ അനുധാവനം ചെയ്യുമ്പോഴും ദരിദ്രരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമ്പോഴും മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടവരെ ശ്രവിക്കുമ്പോഴുമൊക്കെ സഭയുടെ സാക്ഷ്യം കൂടുതൽ വിശ്വസനീയമായി തീരുകയാണെന്നും പാപ്പ പ്രസ്താവിച്ചു. സഭയ്ക്കും ലോകം മുഴുവനിലുമുള്ള ആളുകൾക്കും സംഘടന ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പാപ്പ നന്ദി പറഞ്ഞു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കല്ലറയും മോന്തെഫാൽക്കോ അഗസ്റ്റീനിയൻ ആശ്രമവും സന്ദർശിച്ച് ലിയോ 14 പാപ്പ ഇറ്റലിയിലെ പ്രാദേശിക സഭാ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അസീസിയിലെത്തിയ ലിയോ 14 പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കല്ലറയും മോന്തെഫാൽക്കോ അഗസ്റ്റീനിയൻ ആശ്രമവും സന്ദർശിച്ചു.